चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं ना दूंगा, आवाज मैं ना दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं ना दूंगा, आवाज मैं ना दूंगा। चाहूंगा मैं तुझे सांझ सवेरे। देख मुझे सब है पता, सुनता है तू मन के सदा। देख मुझे सब है पता, सुनता है तू मन के सदा। मितवा तुझको बार बार आवाज मैं ना दूंगा, आवाज मैं ना दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं ना दूंगा, आवाज मैं ना दूंगा। चाहूंगा मैं तुझे सांझ सवेरे। दर्द भी तू, चैन भी तू, दर्स भी तू, नैन भी तू। दर्द भी तू, चैन भी तू, दर्स भी तू, नैन भी तू। मितवा तुझको बार बार आवाज मैं ना दूंगा, आवाज मैं ना दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं ना दूंगा, आवाज मैं ना दूंगा, आवाज मैं ना दूंगा, आवाज मैं ना दूंगा। അബി ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. ആൻഡ് ഓർക്കസ്ട്ര സൂപ്പർ ആയിരുന്നു. അടിപൊളി. ചോദിക്കാം ഹരിച്ചേട്ടാ, അഭിനവ്
എന്തോ സാർ? നന്നായിട്ട് പാടി അഭിനവ്. താങ്ക് യു സാർ. എസ്പെഷ്യലി എനിക്ക് അഭിനവ് പാടിയതിന്റെ സെക്കൻഡ് ഹാഫ്, ചാഹുങ്കമ്മയുടെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സാർ. കുറച്ചും കൂടി ആ പാട്ടിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നു. ഓഫ് കോഴ്സ് നൈസ് ചോയ്സ്, നൈസ് സെലക്ഷൻ. താങ്ക് യു സാർ. പിന്നെ അഭിനവിന്റെ ഒരു സേഫ് സോൺ ആണ് ഇങ്ങനത്തെ പാട്ടുകൾ. എന്നാലും അഭിനവ് നന്നായിട്ട് പഠിച്ച് അതിന്റെ ഡിക്ഷനൊക്കെ ഓൾമോസ്റ്റ് ദെയർ. ഈ സെക്കൻഡ് ലൈൻ ഫിർ ഭി കഭി അബ് അതൊക്കെ ഭയങ്കര സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഫിർ ഭി കഭി അബ് മോൻ പാടിയത് ഫിർ ഭി കഭി അബ് എല്ലാം മൈക്കിൽ പോപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് ഒന്ന് ഹിന്ദി ആയതുകൊണ്ടേ കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആവാം എന്ന് വിചാരിച്ചു, എനിക്ക് തോന്നി. എസ്പെഷ്യലി ആദ്യത്തെ കുറച്ച് ലൈൻസ്. ആവാസ് मैं न दूंगा, आवाज मैं न दूंगा, चाहूंगा मैं तुझे. അതൊക്കെ രസമായിട്ട് പാടി. പിന്നെ എനിക്ക് ദേഖ് മുझे സെക്കൻഡ് ടൈം ഒരു ചെറിയ സംഗതി ഉണ്ട് അവിടെ, അന്ന് പാടാവോ? ദേഖ് മുझे. ദേഖ് മുझे സബ് ഹൈ പതാ. സബ് അല്ല, സബ് ഹൈ പതാ. ഇപ്പോഴും മോനെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. സബ് ഹൈ പതാ സുനതാ ഹൈ തൂ मन के सदा तारारीरा रे रे दा मन के सदा देख मुझे. അവിടെ ഒരു സംഗതി ഇല്ലേ, ദേഖ് മുझे സബ് ഹൈ പതാ സുനതാ ഹൈ തൂ. ആ ഒരു ഡൈനാമിക്സ് ഒക്കെ അവിടെ കുറച്ചും കൂടി റഫി സാബ് അത് പാടി ഇങ്ങനെ വെച്ചേക്കുക. അപ്പൊ അത് റെഫർ ചെയ്താൽ മതി. സ്റ്റിൽ ഇറ്റ് വാസ് എ നൈസ് പെർഫോമൻസ് കേട്ടോ. എനിക്ക് ആ സെക്കൻഡ് ഹാഫ് ദർദ് ഭീതു ശൈന ഭീതു അതൊക്കെ തൊട്ട് ഭയങ്കര രസമായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ല മോനെ, ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സാർ. മക്കളെ, എന്തോ സാർ? നിന്റെ സെലക്ഷന് സല്യൂട്ടടാ. താങ്ക് യു സാർ. റാഫി സാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ 1-2 പാട്ടിൽ തന്നെ ഉള്ള പാട്ടായത്. അസാധ്യ പാട്ട്, ഒരു നിവൃത്തിയില്ല. ഇവരായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പം ഞാനും വിചാരിച്ചു മോൻ ചില ഇതിനകത്തുള്ള ചില എന്താ പറയുക ടെൻഡർ ഫീലോടെ പാടേണ്ടതൊക്കെ നീ എടുത്തു വെച്ചു. അങ്ങനെ അധികാര സ്വഭാവത്തോടെ പാടും എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ എൻ്റെ എല്ലാ വിചാരത്തിനെയും നീ എടുത്ത് കാട്ടിക്കളഞ്ഞു കേട്ടോ. അതൊന്ന് മനോഹരമായിട്ട് പാടി. ചില പല ഏരിയകളും മോൻ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി കേട്ടോ. ആ അതൊന്ന് പാടാമോ? ആ സംഗതിക്ക് ഒരു കുറച്ചും കൂടി ഒരു ഫീൽ ആവട്ടെടാ മുത്തേ. आवाज मैं न दूंगा, आवाज मैं न दूंगा. ആ ചിരിച്ചോണ്ടിരിക്കുക. നിനക്ക് ഏറ്റവും നല്ലത് ഏതാണെന്നറിയാം? എന്താണ്? സ്മൈല്. നിന്റെ ചിരിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ളു പാട്ട് വരെ. അപ്പൊ അത് അത് ഷോക്കേസ് ചെയ്യണം. പാടിയില്ലേലും കുഴപ്പമില്ല, നീ ചിരിച്ചോണ്ട് നിന്നാ മതി. അവര് വായിച്ചോളും. ഫ്ലൂട്ടില് വയലിനൊക്കെ വെച്ച് ഇതൊക്കെ വായിച്ചു തരും. അതാ നമുക്ക് വേണ്ടത്. അപ്പം മക്കളെ അതൊക്കെ ഉള്ളൂ. എന്തൊക്കെ റാഫി സാബിന്റെ പാട്ട് ഒരു തവണ കൊണ്ടുവന്നതിന് നന്നായിട്ട് തന്നെ പാടി മുത്ത. താങ്ക് യു ശരത് സാർ. ഷാനിക. അഭിനവ്, എന്തോ സാർ? നന്നായിട്ട് പാടിയടാ നീ. താങ്ക് യു സാർ. എന്ത് പറ്റിയിരുന്നു? അല്ല, സാധാരണ അഭിനവ് എന്തും കൊണ്ടാണ് വരാറ് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ പെട്ടെന്ന് ഇതിലുള്ള ഇതാണ് കുറച്ച് സമാധാനമുണ്ട് പാട്ട്. കുറെ പ്ലാൻസിനെക്കാളും കൂടുതൽ ഗ്ലൈഡ്സ് ആണ് ഉള്ളത്. ആ ഗ്ലൈഡ്സ് ഒക്കെ നന്നായിട്ട് അഭിനവ് പാടി. ഒട്ടുമിക്ക ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഭിനവ്. ഗുഡ് കേട്ടോ, നൈസ് ചോയ്സ് ആൻഡ് നന്നായിട്ട് തന്നെ പാടി അഭിനവ്. താങ്ക് യു സാർ. ഒരുപാട് ഭാഗങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡിക്ഷനും ഈ പോപ്പ് വരരുത്, അങ്ങനെ ഒരു ഇതില്ല. ഫുൾ ഇതായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് കൺട്രോൾ ചെയ്യണം കേട്ടോ. കാരണം അത് ആക്ച്വലി കുറച്ച് ഇതിപ്പം നമ്മൾ ഇന്നിയേഴ്സാണ് വെച്ചതെങ്കിൽ ഇപ്പോൾ ഒരു വേദിയിലാണ് അത് പാടുന്നതെങ്കിൽ ഈ സ്പീക്കേഴ്സിലൂടെ ഇങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അതൊന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. അതർവൈസ് ഇപ്പം നൈസ് ഇവർ പറഞ്ഞതൊക്കെ തന്നെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഇത് ഫുൾ മാർക്സ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് മാർക്സ് കഴിഞ്ഞിട്ട് പറയാന്ന്. ശരത് സാർ. മക്കളെ 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക, ഹരിച്ചേട്ടാ നല്ല മാർക്ക് ഇട്ടിട്ടുണ്ട്. നല്ല മാർക്ക്. താങ്ക് യു. സൂപ്പർ. അപ്പൊ ഹരി ഇതിന്റെ
തുടക്കത്തിൽ കുറച്ച് പോർഷൻസ് അഭിനവന് പാടിക്കൊടുത്തല്ലോ. അപ്പൊ എടാ എനിക്കൊരാഗ്രഹം, നീ എനിക്ക് റാഫി സാബിന്റെ ഒരു പാട്ട്. ഓക്കെ, ഏ? ഷുവർ ഷുവർ, അതും തീർച്ചയായിട്ടും. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് ഓഫ് റാഫി സാബ്, ഓക്കെ ആ എഹ്സാൻ തെരാ ഹോഗാ. ഓക്കെ ഓക്കെ ഓക്കെ, ഏ? ഷുവർ. एहसान तेरा होगा मुझ पर, दिल चाहता है वो कहने दो मुझे, तुमसे मोहब्बत हो गई है मुझे, पलकों की छाँव में रहने दो, एहसान तेरा होगा मुझ पर, दिल चाहता है वो कहने दो मुझे, तुमसे मोहब्बत हो गई है मुझे, पलकों की छाँव में रहने दो, एहसान तेरा होगा मुझ पर. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക്, എന്തൊരു Super composition, ആയിരുന്നു എന്ത് രസത്തിലാണ് സൂപ്പർ സൂപ്പർ ഹരി. അത്. ഊസിങ് ലവ് എന്ന് പറയില്ല നമ്മള് ഫുൾ പാടിയതിന്റെ ഒരു 10% പോലും ഇല്ല, എന്നാലും ഇതൊക്കെ വേണ്ടി ഉണ്ട്. ഹരി, അത് ഈ ലതാജിയുടെ ഭാഷണം കേട്ടിട്ടുണ്ടോ? ഇഷാരോ എന്ന് പറഞ്ഞ സോങ് ഭയങ്കര ഇഷ്ടമാണ്, ഗംഭീര സോങ്. അതും ഇഷാരോ അത് വേറൊന്ന്. ഓ, അത് വേറെ, ഇത് ഇത്ര പാട്ടുകൾ ഷാന് ഏതാ ഇപ്പൊ കൊള്ളരുതാത്തത്? അതെ, പിന്നെ ഒന്നൊന്നും അതേ Gold, പാടി diamonds. നമ്പർ വരെ, അയ്യോ ഒരു നിവൃത്തിയില്ല. ഡയമണ്ട്സ്. പ്രണാംസ് പ്രണാംസ്, പ്രണാംസ്, അത്രേ ഉള്ളൂ. കാലില് വീണ്. താങ്ക് യു ഹരിച്ചേട്ടാ, താങ്ക് യു ഷാനിക്ക. അയ്യോ, ഹരിച്ചേട്ടൻ. താങ്ക് യു ഹരി, ബ്യൂട്ടിഫുൾ. ഓക്കെ അബി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.